വയനാടിനെ നാടൊന്നാകെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. ചെറുതും വലുതുമായ നിരവധി സഹായ ഹസ്തങ്ങളാണ് അവിടേക്ക് എത്തുന്നത്. ഇതിൽ ശ്രദ്ധേയമാവുകയാണ് കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും പേനകളുമൊക്കെ. കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി കുട്ടികൾ തന്നെ സ്വരൂപിച്ച് എത്തിച്ചവയാണ് ഇവയൊക്കെ. സ്കൂൾ ഗ്രൂപ്പിൽ ടീച്ചറുടെ ഒരൊറ്റ മെസ്സേജ്. പിറ്റേന്ന് ടീച്ചറും മറ്റധ്യാപകരും കണ്ടത് അതിശയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ക്ലാസ് മുറികളിൽ നിറയെ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും പേനയും പെൻസിലും ചില്ലറ നിറച്ച കുടുക്കകളുമൊക്കെ. കോഴിക്കോട് തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകളാണ് നന്മയുടെ പുതിയ പാഠങ്ങൾ പകർന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷെറീന ടീച്ചറുടെ വോയിസ് മെസ്സേജിന് പിന്നാലെയാണ് കുഞ്ഞുങ്ങളും കൈകോർത്തത്. കുഞ്ഞു കുട്ടികൾക്ക് കളിപ്പാട്ടവും കളറിംഗ് ബുക്കും ഒക്കെ മതി, ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ആവശ്യത്തിലധികം ഉണ്ട് എന്നുള്ള വാർത്തകൾ TV-യിൽ കാണാനിടയായത്. അപ്പൊ ഞാൻ നമ്മുടെ സ്കൂളിലെ PT ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ ആ ഒരൊറ്റ വോയിസ് സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് അയക്കേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരൊറ്റ വോയിസ് അയക്കേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് എൻ്റെ മനസ്സും കണ്ണും നിറയുന്നത് പോലെ അത്രയും സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂം നിറയെ ഉള്ളത്. അവർക്ക് വേണ്ടി പൊതിഞ്ഞു വെച്ച പുസ്തകങ്ങളും അവർ വാങ്ങിയ കളിപ്പാട്ടങ്ങളും അവരുടെ കുടുക്കകളും ബർത്ത്ഡേക്കുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തന്നപ്പോ സന്തോഷവും അഭിമാനവും എന്താ പറയാ, നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത അത്രയും എന്റെ കുട്ടികളോടുള്ള സ്നേഹവും കടപ്പാടും ആ രക്ഷിതാക്കളുടെ കടപ്പാടും ഞാൻ അറിയിക്കുക. തങ്ങൾക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങൾ, പൊതിഞ്ഞുവച്ച പുസ്തകങ്ങൾ, കുഞ്ഞുമോഹങ്ങൾക്കായി സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ, ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത കൂട്ടുകാർക്കായി അവർ കൊണ്ടുവന്നതൊക്കെയും തങ്ങൾക്ക് പ്രിയപ്പെട്ടത്. കുറെ കുട്ടികൾ ഡ്രോയിങ് ബുക്കും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പലമാരെ നോക്കുമെന്ന് അവർ പറഞ്ഞു. അത്രയ്ക്കും സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയായിരുന്നു. LKG മുതൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഞങ്ങളെ പോലത്തുള്ള കുട്ടികൾക്ക് സ്കൂൾ നഷ്ടപ്പെട്ടതിന് പേര് അവർക്ക് അടുത്ത വർഷം പഠിക്കാനുള്ള ബുക്കുകളും പെൻസിലുകളും പേനകളും എല്ലാം കൊണ്ടുവന്നിരുന്നിട്ടുണ്ട്. സ്വരൂപിച്ചതൊക്കെയും MLA ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കുട്ടികളുടെ ആഗ്രഹം കൂടി കണക്കിലെടുത്ത് സ്കൂൾ അധികൃതർ വയനാട്ടിലെ കളക്ഷൻ സെന്ററിൽ നേരിട്ടെത്തി കൈമാറുകയായിരുന്നു. തങ്ങൾക്കൊപ്പം ചിരിച്ചും കളിച്ചും പഠിച്ചു വളരേണ്ട കൂട്ടുകാർ കരഞ്ഞ് തളർന്നിരിക്കുകയാണെന്ന് ഇവർക്കറിയാം. പ്രിയമുള്ളതൊക്കെയും പ്രിയപ്പെട്ടവർക്ക് ഇവർ സമ്മാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ജനം, കോഴിക്കോട്.